ഹലോ അങ്ങനെ ഗ്രാൻഡ് ഫിനാലെ തീർന്നിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 വിന്നറായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത് അനുമോൾക്ക് കൺഗ്രാറ്റുലേഷൻസ്. വിന്നർ ഈസ് വിന്നർ. അതുകൊണ്ട് തീർച്ചയായിട്ടും കൺഗ്രാറ്റുലേഷൻസ് അർഹിക്കുന്നു. ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ആളാണോ വിന്നർ, അതോ PR തീരുമാനിക്കുന്ന ആളാണോ വിന്നർ എന്നുള്ളതിന്റെ കൂടെ ഒരു ഉത്തരമായിരുന്നു ഇന്നലത്തെ ഗ്രാൻഡ് ഫിനാലെ നമുക്ക് മുമ്പിലേക്ക് വെച്ച് തന്നത്. അപ്പോൾ ഇതിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനിയുള്ള സീസണുകളിലും വലിയ പ്രതീക്ഷകളൊന്നും നമ്മൾ വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പ്രത്യേകിച്ച് പുതുമകളൊന്നും സംഭവിക്കാൻ പോണില്ല. ഇതുപോലെയൊക്കെ തന്നെ നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് അവസാന നിമിഷം ഇതൊക്കെ കണ്ട് ദുഃഖിതരാകുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത്, ദുഃഖിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് എല്ലാവർക്കും ഒരു ലെസൺ ആണ്. കാരണം പുറത്തൊരു PR ഹെൽപ്പ് ഇല്ലാണ്ട് ഇത്തരത്തിലുള്ള ലോ ക്വാളിറ്റി കണ്ടന്റ്സ് കൊടുത്ത് ഒരാൾക്ക് ഇത്രയും ദിവസം പിടിച്ചു നിന്ന് വിന്നർ ആവാൻ സാധിക്കില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഷോ കഴിഞ്ഞു, ജസ്റ്റ് മൂവ് ഓൺ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതും പിടിച്ചുകൊണ്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മെന്റൽ ഹെൽത്തിനാണ് ബാധിക്കുന്നത്. അയ്യോ അവർ വിന്നറായില്ല, ഇവർ വിന്നറായി, അങ്ങനെ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അതിൽ നിന്ന് വിടുക, അടുത്തടുത്ത കാര്യങ്ങൾക്ക് പോവുക. ഇപ്പോൾ നെക്സ്റ്റ് സീസൺ കാണുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരും അടുത്ത സീസൺ വരുമ്പോൾ കാണും. കാരണം അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ. ആ ഷോയുടെ പ്രേക്ഷകരാണ് നമ്മൾ. അല്ലാതെ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന നിലയിലല്ല, ആ ഒരു ഷോയുടെ ഫാൻസ് ആയതുകൊണ്ടാണ് നമ്മൾ പിന്നെയും കാണുന്നത്. ഇതിന് മുമ്പ് ഇതുപോലെ ഷോ നെക്സ്റ്റ് ഇയറിൽ കാണത്തില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും കാണുമല്ലോ. അത് ആ ഷോയുടെ ഒരു മാജിക്കാണ്. തുടക്കത്തിൽ നമ്മൾ കാണാമെന്ന് വെച്ചാലും പിന്നെയും നമ്മൾ കണ്ടുപോകും, അത്രേ ഉള്ളൂ. അനീഷിന്റെ ഫാൻസിന് ഒരുപാട് സങ്കടമായിട്ടുണ്ട്. കാരണം പുള്ളിക്കാരനെ ഒരുപാട് ആൾക്കാർ ജനമനസ്സുകളിലേക്കാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഹാർട്ടിലെ വിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ, അക്ബർ ആൻഡ് അനീഷ് എന്ന് ഞാൻ പറയും. അതിൽ ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നെവിനെ പറയും. കാരണം വിത്തൗട്ട് PR പുള്ളിക്കാരൻ ഈ 4th പൊസിഷൻ അറ്റൈൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുന്നോട്ടുള്ള 3 സ്ഥാനക്കാരെക്കാട്ടിയും എന്തുകൊണ്ടും എൻ്റെ മനസ്സിൽ വിജയിച്ചിരിക്കുന്നത് നെവിൻ തന്നെയാണ്. എനിക്ക് പേഴ്സണലി പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതൊരു റയർ ഐറ്റമാണ്. ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഈ ഒരു അടുത്തെങ്കിലും ബിഗ് ബോസ് ഷോയിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു സീസൺ ഒരു വേർസ്റ്റ് സീസൺ തന്നെ ആയിരുന്നു. പക്ഷേ സ്റ്റിൽ ഈ ഒരു സീസൺ കൊണ്ട് ഉണ്ടായ ഒരു ഉപയോഗം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് നെവിനെ പോലെ ഒരു ജമ്മിനെ കിട്ടിയെന്നുള്ളതാണ്. പുള്ളിക്കാരൻ ആ 4th പൊസിഷൻ എന്ന് പറയുന്നത് ആരോടും ഇനി കണക്ക് പറയേണ്ട കാര്യമില്ല. ബിക്കോസ് അത് പുള്ളി ഏൺ ചെയ്ത് പ്രേക്ഷകരുടെ ജെനുവിൻ ഓഡിയൻസിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം നേടിയെടുത്ത വോട്ട് കൊണ്ടാണ്. സോ നെവിന് 4th പൊസിഷൻ കിട്ടിയാൽ ഞാൻ അൾട്രാ ഹാപ്പി ആയിരുന്നു. പിന്നെ ഫസ്റ്റ് പൊസിഷൻ അത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വിജയ സാധ്യത കൂടുതലുള്ളത് അനീഷിനും അനുമോൾക്കുമാണ്. അതിൽ ഞാൻ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അനീഷിനെ തന്നെയുള്ളത്. അത് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരിക്കലും ആരെയും ഹേർട്ട് ചെയ്തിട്ടില്ല. അവിടെ അതിന് ഫേക്ക് ആവട്ടെ റിയൽ ആവട്ടെ എന്തോ ആവട്ടെ, പക്ഷെ ആരെയും ഹേർട്ട് ചെയ്തിട്ടില്ല, മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല, മറ്റൊരാളുടെ ലൈഫിലേക്ക് കടന്നു കയറി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അനുമോൾ ഓർ അനീഷ് എന്ന് പറഞ്ഞാൽ അനീഷ് തന്നെയാണ് വിന്നർ എന്ന് ഞാൻ പറയത്തുള്ളൂ. അനുമോൾ കപ്പ് നേടിയെങ്കിലും ജനങ്ങളുടെ മനസ്സ് ഇന്ന് വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് അനീഷിന് കപ്പ് കിട്ടാത്തതുകൊണ്ട് തന്നെയാണ്. കാരണം ജനമനസ്സുകളിൽ ഈ ഒരു സീസണിന്റെ വിന്നർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അനീഷ് തന്നെയാണ്. അനീഷ് ഇല്ലാതെ ഈ ഒരു സീസൺ 7 കംപ്ലീറ്റ് ആവത്തില്ല. വെറുത്ത് ഒടുവിൽ ഈ വെറുപ്പെല്ലാം ആൾക്കാരുടെ ഇഷ്ടമാക്കി മാറ്റിയ വ്യക്തിയാണ് അനീഷ്. അനീഷിന് അതിൽ അഭിമാനിക്കാം. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആൾക്കാരുടെ സ്നേഹം മാത്രമേ അനീഷിന് നേർക്ക് ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ ആരും അനീഷിനെതിരെ ഒരു മോശം വാക്ക് പോലും പറഞ്ഞുകൊണ്ട് വരത്തില്ല. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇന്നലെ അക്ബർ 5ാം സ്ഥാനക്കാരനെ പുറത്തിറങ്ങിയപ്പോൾ അനീഷിനോട് പറഞ്ഞ വാക്കുകൾ. അതാണ് അനീഷിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ട്രോഫിയായിട്ട് ഞാൻ പറയുന്നത്. റീ എൻട്രീസ് പുറത്തു പോയ സമയത്തും എത്ര മനോഹരമായിട്ടാണ് അവർ അനീഷിനോട് സംസാരിച്ചിട്ടിറങ്ങിയത്. ഇത്രയും സ്നേഹത്തോടു കൂടി അവർ വേറെ ആരോടെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഇല്ല. കാരണം എല്ലാവരോടും നല്ല രീതിയിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവും കൂടാതെയാണ് അനീഷ് അവിടെ പെരുമാറിയിട്ടുള്ളത്. ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നതാണ് നമ്മുടെ വിന്നറിൽ ലാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അക്ബർ ഇന്നലെ വിക്ടം നേരത്ത് അനീഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തു, നിങ്ങൾ ആരുടെയും പേഴ്സണൽ ലൈഫിൽ കയറി കളിച്ചിട്ടില്ല, വളരെ നല്ലൊരു വ്യക്തിയാണ് നിങ്ങളെന്നാണ്. ഇതാണ് നമുക്ക് സത്യം പറഞ്ഞാൽ വേണ്ടുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഈ 3 മാസം കഴിഞ്ഞൊരു ഷോയിൽ എത്ര നല്ല രീതിയിൽ ആൾക്കാരുടെ മനസ്സിലേക്ക് ഇടം നേടി എന്നുള്ളതിനേക്കാളും എത്ര നല്ല രീതിയിൽ കണ്ടസ്റ്റൻസിന്റെ മനസ്സിലേക്ക് ഇടം നേടി എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് വെച്ചിട്ട് അനീഷ് വിജയിച്ചിരിക്കുന്നത് മാത്രമേ പറയാനുള്ളൂ. ഷാനവാസ് എവിക്റ്റ് ആയപ്പോൾ ഷാനവാസിനോട് ചോദിച്ചിരുന്നു ആരാണ് വിജയാവേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് നിസ്സംശയം പറയുന്നുണ്ട് അനീഷിന്റെ പേര്. അപ്പോൾ എല്ലാവർക്കും അനീഷ് എന്നൊരു വ്യക്തിയാണ് വിന്നർ എന്നൊരു കാറ്റഗറിയിലേക്ക് അവർ മനസ്സിൽ പോലും കരുതുന്നത്. അനുമോൾ എന്ന് പറയുന്ന വ്യക്തി കപ്പ് നേടിയിരിക്കാം, ഈ ഒരു സീസണിന്റെ ടൈറ്റിൽ വിന്നർ നേടിയിരിക്കാം, പക്ഷേ ഒരിക്കലും പ്രേക്ഷകരുടെ ഹൃദയത്തിലെ വിന്നർ ആവാൻ സാധിക്കത്തില്ല. അത്രേ ഉള്ളൂ. കാരണം അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഈ ഒരു ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അല്ലാതെ ടൈറ്റിൽ വിന്നർ ആയെന്ന് കരുതിയിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര ബെനിഫിറ്റ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബിക്കോസ് ഇതൊരു പേഴ്സണാലിറ്റി ഷോ ആണ്. നല്ല പേഴ്സണാലിറ്റിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഷോ ആണ്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സീസണിലെ വിന്നേഴ്സ് എന്ന് പറയുന്നത് ടോപ്പ് 5 വന്നതിൽ നെവിനും അക്ബറും അനീഷും തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം വീണ്ടും ഞാൻ ഊന്നി പറയുന്നു, അവർ ബാക്കിയുള്ളവരുടെ പേഴ്സണൽ ലൈഫ് എടുത്ത് വെച്ച് കളിച്ചിട്ടില്ല, മറ്റുള്ളവരുടെ ഫാമിലിനെ കുറ്റം പറയാൻ പോയിട്ടില്ല, ആർക്കെതിരെയും മോശമായിട്ടുള്ള അലിഗേഷൻസ് ഉന്നയിക്കാൻ പോയിട്ടില്ല. എനിക്കിത് ഒരുപാട് സന്തോഷം തോന്നിയത് നെവിൻ്റെ AV കണ്ട സമയത്താണ്. പുള്ളിക്കാരൻ ഇതൊരു കിഡിലൻ AV ആയിരുന്നു കൊടുത്തിരുന്നത് അല്ലേ. എന്തൊരു മാസ് AV. ഇതുപോലത്തെ AV എവിടെ കിട്ടും? ഞാൻ ശരിക്കും ഷോക്കായി പോയി. AI ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള മോളിൽ നിന്ന് ചാടി ബിഗ് ബോസ് ഹൗസിലോട്ടൊക്കെ വീഴുന്ന തരത്തിലുള്ള AV പുള്ളിക്കാരന് പറ്റിയൊരു AV തന്നെയായിരുന്നു അത്. കാരണം നെവിൻ അതിനപ്പുറം ചെയ്യും. അതൊരു റയർ പീസ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ നെവിനെയാണ് ഈ ഒരു സീസൺ തീരുമ്പോൾ ഞാൻ പേഴ്സണലി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ഏതായാലും നെവിനെ പുറത്താക്കണം എന്ന് പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ കൂടി ഈ 4ാം സ്ഥാനം പുള്ളിക്കാരൻ കരസ്ഥമാക്കുന്നുണ്ടെങ്കിൽ അത് ഡിസർവ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇത് തന്നെ ഞാനും ആഗ്രഹിച്ചുള്ളൂ. ഞാൻ ടോപ്പ് 5 ആണ് നെവിന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ടോപ്പ് 4 എത്തിയപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഹാപ്പി ആയി എന്ന് വേണം പറയാൻ. സീസണിന്റെ കാര്യം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ നല്ല വേസ്റ്റ് സീസൺ ആയിരുന്നു. എന്റർടൈൻമെന്റ് വാല്യൂ എന്ന് പറയുന്നത് നെവിൻ ഉള്ളത് മാത്രമായിരുന്നു ആ കൂടി ആശ്വാസം. നെവിനും കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്റർടൈൻമെന്റ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരുന്ന ഒരു സീസൺ ആയിരുന്നു. സോ ഇത്രയും മോശപ്പെട്ട സീസണിൽ ഏറ്റവും ബെസ്റ്റ് ഗെയിം പറഞ്ഞാൽ തന്നെ വിന്നർ ആക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എനിക്കൊരു സന്തോഷമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഈ ഒരു വീഡിയോസിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് അവരും അനുമോളുടെ ഹേറ്റേഴ്സ് ഒന്നും അല്ല. ഞാൻ ഈ വീഡിയോയിൽ കൂടി ഉദ്ദേശിക്കുന്ന ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും തുടരുക. നമുക്ക് ഇനിയും ഇതുപോലത്തെ പല പല ടോപ്പിക്സ് എടുക്കാം. ബിഗ് ബോസ് സീസൺ 7 ഈ ഒരു വീഡിയോയുടെ കൂടി എൻഡ് ആവുകയാണ്. ഇനി ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകളും കാര്യങ്ങളൊന്നുമില്ല. കാരണം അത് കഴിഞ്ഞു. അത് ജസ്റ്റ് ഒരു ഗെയിം ഷോ ആയി അതിൻ്റെ രീതിയിൽ വിടുക. നമ്മൾ ഇനി അതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കമന്റ് സെക്ഷനിലൊക്കെ നിങ്ങൾ പലതും കാണുമ്പോൾ ഇപ്പം എന്ത് പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു, അങ്ങനെയൊക്കെ പലതും കാണും. നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കരുത്. ഒരു കമന്റ് വായിച്ച് നിരാശനാകാൻ നിൽക്കരുത്. എത്ര വോട്ടെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിലൊരു ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ ക്വാളിറ്റി അനുസരിച്ച് നമ്മുടെ മനസ്സിലൊരു വിന്നർ ഉണ്ടാവും. അവർ തന്നെയാണ് നമ്മുടെ മനസ്സിൽ വിജയിച്ചിരിക്കുന്നത്. മറ്റൊരാൾക്ക് കപ്പ് കിട്ടിയത് കൊണ്ടോ കുറച്ച് പൈസ കിട്ടിയത് കൊണ്ടോ നമ്മുടെ മനസ്സിലെ വിന്നർ അല്ലാതാവോ? ഒരിക്കലും ഇല്ല. അവർക്ക് കിട്ടേണ്ടുന്ന ഫെയിമും അവരെ ആൾക്കാർ മനസ്സിലാക്കിയ രീതിയും അവരുടെ പേഴ്സണാലിറ്റിയും എല്ലാം എല്ലാ കാലത്തും ആൾക്കാർ ഓർത്തിരിക്കുകയും ചെയ്യും. നമ്മളൊരു സീസണെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ വിന്നറിനെക്കാളും കൂടുതൽ ക്വാളിറ്റിയുള്ള കണ്ടന്റ് കൊടുത്തിട്ടുള്ള വേറെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ആൾക്കാരുടെ മനസ്സിലുള്ള റിയൽ വിന്നേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് പേഴ്സണലി അക്ബർ എന്ന് പറയുന്ന സിംഗറിനെ അറിയില്ലായിരുന്നു. ഇതിൽ വന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരാളെ കുറിച്ച് കൂടുതലായിട്ട് സെർച്ച് ചെയ്ത് നോക്കുന്നത്. അപ്പോഴാണ് പുള്ളി അതിമനോഹരമായി പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്. സീസണിൽ വന്ന സമയത്ത് ഓരോരുത്തരെ ഒബ്സർവ് ചെയ്ത് വന്നപ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് പുള്ളിക്കാരൻ ഈ പറയുന്ന പോലത്തെ ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള വ്യക്തിയൊന്നും അല്ല. വളരെ ജെനുവിൻ ആയിട്ടുള്ള വ്യക്തിയാണ്. ഫ്രണ്ട്ഷിപ്സ് റിലേഷൻഷിപ്സ് ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. തന്റെ കൂടെ നിൽക്കുന്നവരെ തള്ളിക്കളയാത്ത മനുഷ്യനാണ്. സ്വന്തം നിലപാടുകൾ ആരുടെ മുഖത്ത് നോക്കി തുറന്നു പറയാൻ പേടിയില്ലാത്ത മനുഷ്യനാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അക്ബറിനെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. നെവിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എക്സ്ട്രാ വൈബ്രന്റ് ആണ്, ഫുൾ ഓഫ് പോസിറ്റിവിറ്റി. അവിടെ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നെവിന് ചെയ്യാൻ സാധിക്കും. അതാണ് നെവിന്റെ പവർ. ആ ഒരു ഷോയിൽ വേറെ ഒരു സീസണിലും ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്നാൽ കൂടി നമ്മളെയൊക്കെ എന്റർടൈൻ ചെയ്യാൻ നെവിൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ എന്നിട്ടും നെവിന്റെ പോരായ്മകളൊക്കെ വീഡിയോസിൽ പലതിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ഓപ്ഷൻ ഈസ് നെവിൻ. പിന്നീടുള്ളത് അനീഷാണ്. അനീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ ആണ് ഈ ഷോ ഏറെക്കുറെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. പിന്നെ ആൾക്കാരുടെ മനസ്സിലേക്ക് ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഒരു കോമണർ കാറ്റഗറിയിൽ നിന്ന് വന്നൊരു വ്യക്തിക്ക് സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു കാര്യമാണ്. മലയാളം ബിഗ് ബോസിൽ 100 ഡേയ്സ് തികയ്ക്കുന്ന ആദ്യത്തെ കോമണറാണ്. സാധാരണ കോമണേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർ 2 ആഴ്ചക്കുള്ളിൽ നിന്ന ചരിത്രം ഇവിടെ മലയാളം ബിഗ് ബോസിലില്ല. അത് വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരൻ 100 ഡേയ്സ് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ കാരണം അയാൾക്ക് ഇതിനു മുമ്പ് ഒരു ഫെയിം പോലും ഇല്ല. സ്വന്തം ഐഡന്റിറ്റി ഇനി വേണം പുള്ളിക്കാരൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, എന്നിട്ട് വേണം ആൾക്കാരുടെ സപ്പോർട്ട് നേടിയെടുക്കാൻ. അപ്പോൾ അതിൽ അനീഷ് പരമമായി വിജയിച്ചു എന്ന് വേണം പറയാൻ. ഇത്രയും ഫെമിലിയർ ഫേസ് ആയിട്ടുള്ള അനുമോളുടെ തൊട്ട് താഴെ ഷാനവാസിനെക്കാളും മേളിൽ ഒരു കോമണർ കാറ്റഗറിയിൽ വന്നൊരു മനുഷ്യൻ വോട്ട് നേടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? അതൊന്നും ഒട്ടും കുറവായിട്ടുള്ള കാര്യമില്ല. കുറച്ച് വോട്ടിന്റെ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നത് കാരണം ഫസ്റ്റും സെക്കൻഡും ഒക്കെ നിർണ്ണയിക്കപ്പെടുന്നു എന്നുള്ളതല്ലാതെ അനീഷിന്റെ വിജയം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഈ സീസൺ 7 നോക്കുമ്പോൾ പുള്ളിക്കാരൻ കൊടുത്ത കോണ്ടന്റിൽ ഒന്നും തന്നെ കണ്ട് വിഷമിക്കാനില്ല എന്നുള്ളതാണ്. ആരുടെ മുമ്പിൽ വേണമെങ്കിലും ഇട്ട് കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കോണ്ടന്റ് ആണ്. പക്ഷെ നമ്മുടെ വിന്നറിന്റെ കേസിൽ അങ്ങനെയല്ല. അതാണ് ആ ഒരു വ്യത്യാസം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം അത് തന്നെയാണ്. കുറച്ച് ജെനുവിൻ ആയിട്ടുള്ള അനുമോൾ സപ്പോർട്ടേഴ്സ് വന്ന് നമുക്ക് കമന്റ് ഇടാറുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവർക്ക് അനുമോൾ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ അനുമോൾ എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസിനെ ആയിരിക്കും ഇഷ്ടം. അതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നു. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കാരണം അവർ നമ്മൾ പറയുന്ന ആശയത്തിൽ അവരുടെ വ്യൂ പോയിന്റ്സ് ആണ് ഇവിടെ താഴെ വന്ന് ഷെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്ക് അനുമോളെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ഹാർട്ടൊക്കെ കൊടുത്തിട്ട് വന്ന് സംസാരിക്കും. വേറെ ചില ഐറ്റംസ് ഉണ്ട്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പേഴ്സണലി നമ്മളെ ബുള്ളി ചെയ്യും, നമ്മളെ മറ്റൊരാളുടെ PR ആക്കും, നമ്മൾ എത്ര പൈസ വാങ്ങിയിട്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കും, അതുപോലെ ബോഡി ഷേമിംഗ് നടത്തും. ഇത്തരത്തിലുള്ള കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെയാണ് ഇതിൻ്റെ ഇടയിലെ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ആൾക്കാരെ മൈൻഡ് ചെയ്യാതിരിക്കുക. ഇന്നും അവർക്കൊന്ന് നേരം വെളുത്തിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ. കാരണം എന്താണ് ബിഗ് ബോസ് ഷോ എന്നും ആ ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്ന പെർസ്പെക്റ്റീവ് എന്താണെന്നും എത്തരത്തിലുള്ള ഒരാളാണ് വിന്നർ ആകേണ്ടതെന്നും വിന്നർ ക്വാളിറ്റി എന്താണെന്നും അവർക്ക് ഇതുവരെയും തിരിച്ചറിയുന്നില്ല. പക്ഷെ നമുക്ക് സന്തോഷിക്കാം. നമ്മളെ പോലെ കുറച്ച് ആൾക്കാരെങ്കിലും ഇതേപോലത്തെ വേണ്ടാദിനങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യാതെ നല്ല നല്ല ആശയങ്ങൾക്ക് പുറകെ പോവുകയും കൂടുതൽ ആൾക്കാർ വില്ലൻ എന്ന് പറഞ്ഞ മുദ്ര കുത്തുന്ന ആളെയും നമുക്ക് അവരുടെ നല്ലൊരു വശം കണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒരു ക്വാളിറ്റി തന്നെയാണ്. കൂടുതൽ ആൾക്കാർ പായുന്ന പോലെ പായാതെ നമുക്കൊരു കാര്യം കണ്ട് അത് ചിന്തിക്കാനുള്ള ശേഷിയുള്ളത് കൊണ്ടാണ്. അതൊരു മൈനർ ഓഡിയൻസ് ആണെങ്കിൽ കൂടിയും എനിക്കത് കാണുമ്പോൾ സന്തോഷമുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോഴെങ്കിലും ഈ ഒരു ഷോ എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങും എന്നുള്ളൊരു പ്രതീക്ഷ. അപ്പോൾ ഏതായാലും കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോൾ കപ്പ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരത്തേക്ക് ഇനി പുറത്ത് വന്നതിന് ശേഷം ഒരുപാട് സൈബർ അറ്റാക്ക് നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളായിട്ട് അറിഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് ഒരു സൈബർ അറ്റാക്കിനും പോകരുത്. കിട്ടിയത് അവിടെ കഴിഞ്ഞു. പുള്ളിക്കാരത്തി കപ്പ് കൊണ്ട് പോട്ടെ. ഇനി അതിൻ്റെ പുറകെ പോയിട്ട് നീ ഡിസർവിംഗ് അല്ല, നീ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകേണ്ട കാര്യമില്ല. ആ കളി അവിടെ കഴിഞ്ഞു. പുള്ളിക്കാരത്തിന്റെ ഗെയിം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെല്ലാം നമ്മൾ വീഡിയോസിൽ വിമർശിച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ അതിന്റെ പിന്നാലെ പിടിച്ച് പോകേണ്ട ആവശ്യം നമുക്കില്ല. ഒരുപാട് ആൾക്കാർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടെന്നറിയാം അനീഷ് ജയിക്കാത്തതിൽ. പക്ഷേ അനുമോൾ ഫസ്റ്റ് ആയെന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന ആൾക്കാർക്കോ അനീഷ് സെക്കൻഡ് ആയെന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ആൾക്കാർക്കോ ഇവരാരും അവർക്ക് കിട്ടിയ സാധനങ്ങളൊന്നും കൊണ്ട് തരാൻ പോകുന്നില്ല. അതൊക്കെ അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? സോ അവരെ അവരുടെ വഴിക്ക് വിടുക. നമ്മൾ അതും ആലോചിച്ച് നമ്മുടെ ഉള്ള മെന്റൽ പീസ് കളയാതിരിക്കുന്നത് നല്ലത്. ഈ ഒരു ഷോയുടെ സമയത്ത് നല്ലൊരു സ്ട്രെസ് ഉണ്ടായിരുന്നല്ലോ എല്ലാവർക്കും. പക്ഷേ സത്യങ്ങൾ തുറന്നു പറയാനുള്ള നിങ്ങളെ പോലുള്ളവരുടെ ആർജവത്തെ അഭിനന്ദിക്കാതിരിക്കാൻ നിവർത്തിയില്ല. അനുമോളും പുള്ളിക്കാരത്തിന്റെ PR-ഉം കുറെ അന്തം സപ്പോർട്ടേഴ്സും ചേർന്ന് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ഒക്കെ ഡിഫെയിം ചെയ്യുകയും മോശം പറയുകയും അവരുടെ ഫാമിലിനെ കയറി കുറ്റം പറയുകയും തെറി പറയുകയും അവരുടെ പാസ്റ്റുകൾ ചെയ്യാനെടുക്കാൻ നോക്കുകയും ഒക്കെ ചെയ്തതുപോലെ ഒരിക്കലും അനുമോൾ അനുഭവിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളും അതുപോലെ തന്നെ ആഗ്രഹിക്കാവുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും ഇത്തരത്തിലുള്ള റിഗ്രസീവ് ചിന്താഗതിയിലൂടെ ഒരു കാരണവശാലും കടന്നു പോകരുത്. ഇവരെ അങ്ങനെ ചെയ്തു, അതുകൊണ്ട്
തിരിച്ച് അവൾക്കും അങ്ങനെ തന്നെ വേണം എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. എത്രയല്ല ആ കുട്ടി ഒരു മനുഷ്യനാണ്. അതിവിടെ വന്ന് ആരുടെയൊക്കെയോ ശുപാർശ കെട്ടി ഇങ്ങനെയൊക്കെ കളിച്ചു. പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് എന്തായിരുന്നു അതിന്റെ ഭവിഷ്യത്തെന്നും ബാക്കിയുള്ളവരുടെ വായിന്ന് അനീഷായിരുന്നു വിന്നറാവേണ്ട എന്ന് കേൾക്കേണ്ട അവസ്ഥ. അത് ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം അത് അങ്ങനെയാണ്. ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതിലും എത്രയോ ഭേദമായിരുന്നു സീസൺ 4 വിന്നർ ദിൽഷ എന്ന്. പുള്ളിക്കാരത്ത് ടിക്കറ്റ് ഫിനാലെ നേടി, ടാസ്കുകൾ നന്നായി കളിച്ചു. ഈ പുള്ളിക്കാരത്ത് ഇവിടെ എന്താ ചെയ്തത്, ഇമാരി മോശം കളിയല്ലേ? അത് ആൾക്കാരുടെ ഫ്രസ്ട്രേഷൻ ആണ്. ഇത് അനുമോൾ കേൾക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഈ വീഡിയോ കാണുന്ന ആൾക്കാരും അത്തരത്തിലുള്ള ഒരു ബാഡ് കമന്റ്സ് തൊട്ട് അവരുടെ അടുത്തോട്ട് പോരുതെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് മനസ്സിൽ കുറേ കാര്യങ്ങൾ കാണും. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും, നമ്മുടെ ഫാമിലിയോട് ഷെയർ ചെയ്യും. പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൈബർ രീതിയിൽ അവരോട് പോയിട്ട് ഇങ്ങനെ മോശപ്പെട്ട രീതിയിൽ കമൻറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലത്. അതൊന്നും വേണ്ട, അവർ വിട്ടേക്ക് അവരുടെ കാര്യത്തിന്. അവരിങ്ങനെ ചെയ്തു എന്ന് കരുതി അത് അവരുടെ ക്വാളിറ്റി. നമ്മൾ കുറച്ചെങ്കിലും ക്വാളിറ്റി ഉള്ള ആൾക്കാർ ഇവരുടെ പുറകെ നടന്ന് ഇമാതിരി എന്താ പറയുക ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അത് കഴിഞ്ഞു നമ്മൾ ഇനിയുള്ള സീസണുകളിലും ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ അനീഷിൻ്റെ ആരാധകർക്ക് കൂടുതൽ വിഷമം വരുന്ന പുള്ളിക്കാരൻ വിന്നർ ആവുമെന്ന് അവർ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ അതുപോലുള്ള ഓവർ പ്രതീക്ഷകളും ഒരിക്കലും കൊടുക്കാതിരിക്കുക. കാരണം PR എന്ന് പറയുന്നൊരു സപ്പോർട്ട് സിസ്റ്റം പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മുമ്പോട്ട് പോകാൻ സാധിക്കും. അതുവഴി കുറേ വോട്ടുകൾ അവർക്ക് എക്സ്ട്രാ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇന്നലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, രാവിലെ തൊട്ട് തന്നെ അനുമോളാണ് വിന്നർ എന്നുള്ളൊരു ന്യൂസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ മെനഞ്ഞാൽ രാത്രി തൊട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു ന്യൂസ് ലീക്ക് ആവുന്നത്? അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമായി. ഇത്രയും സീക്രസി ഉണ്ടെന്ന് പറയുന്ന, കോൺഫിഡൻഷ്യൽ ആണെന്ന് പറയുന്ന ഇൻഫർമേഷൻ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ലീക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചോർത്തി കൊടുക്കാൻ ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്? അപ്പോൾ ഷോയുടെ സസ്പെൻസ് കളയരുതെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ തപ്പുന്ന സമയത്ത് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ ചെയ്യേണ്ടത് മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഷോയുടെ കൂടെ നിൽക്കുന്ന, ഭാഗമായി നിൽക്കുന്ന ആൾക്കാരിൽ ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പുറത്തേക്ക് ചോർത്തി കൊടുക്കുന്നത് എന്നൊന്ന് പുനഃപരിശോധന നടത്തണം എന്നുള്ളതാണ്. പിന്നെ ഇന്നയാൾ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത്രയും കോൺഫിഡൻസോട് കൂടി രാവിലെ തൊട്ട് ഇടുന്ന ആൾക്കാർക്ക് ശരിക്കും ബുദ്ധിയില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം പിന്നീട് വൈകുന്നേരം അയാൾ തന്നെ വിന്നർ ആകുമ്പോൾ ഈ രാവിലെ പറഞ്ഞ ന്യൂസ് അവിടെ നിന്ന് ലീക്കായി കിട്ടുന്നതെന്ന് നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാവത്തില്ലേ? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തായാലും ഇതിനും മോശം പറഞ്ഞ ഒരുപാട് ആൾക്കാർ വരും. നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ കുറച്ച് ആൾക്കാർ മാറി ചിന്തിച്ചല്ലോ, അതിൽ തന്നെ നമുക്ക് സന്തോഷിക്കാം. ഇതേ ഒരു പാറ്റേൺ തന്നെ നമുക്ക് നെക്സ്റ്റ് സീസണിലും ഫോളോ ചെയ്യാം. സീസൺ ഒന്നും ആരും കാണാതിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനിയും ബിഗ് ബോസ് സീസൺസ് കാണുക തന്നെ വേണം. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്നത് അതിലെ ഒരു വ്യക്തിയോ ഒന്നുമല്ല, ആ ഒരു ഷോയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ദിവസം ആശയങ്ങളൊക്കെ സ്വീകരിച്ച് വീഡിയോസ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് നന്ദി. നിങ്ങളുടെ ആശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയതിനും സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് നന്ദിയും സന്തോഷം കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പറയാം. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഇത് വിടുക. ഈ ഷോ ഇവിടെ കഴിഞ്ഞു. ആ കുട്ടിയും പോയി ജീവിക്കട്ടെ. ആർക്കും ഒരു തരത്തിലും ഇനി സൈബർ ബുള്ളിംഗ് എന്നൊരു സംഭവം അനുഭവിക്കാൻ ഇടവരാതിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ബൈ.